ഹായ് ഫ്രണ്ട്സ്, മധുരരാജ മമ്മൂക്കയുടെ സൂപ്പർ ഹിറ്റ് ചിത്രമായ പോക്കിരാജയുടെ തുടർച്ചയായിട്ട് വരുന്ന ഒരു സിനിമ. അതിൻ്റെ വിശേഷങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത്. അതിലേക്ക് കടക്കും. അതിനു മുമ്പ് നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടാമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വേണ്ട നിർദ്ദേശങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ. വൈശാഖിൻ്റെ സംവിധാനത്തിൽ ഒരുങ്ങിയിരിക്കുന്ന മധുരരാജയിൽ മമ്മൂട്ടി, തമിഴ്നാടൻ ജയ്, നെടുമുടി വേണു, വിജയരാഘവൻ, അനുശ്രീ, മഹിമ, സിദ്ദിഖ്, സലീം കുമാർ, വിജയരാഘവൻ, അങ്ങനെ ഒട്ടേറെ വലിയ എണ്ണിയാൽ ഒടുങ്ങാത്ത ഒട്ടേറെ താരങ്ങൾ അണിനിരന്നിട്ടുള്ള സിനിമയാണ് മധുരരാജ. പോക്കിരാജയുടെ തുടർച്ചയാണ്. നമ്മളെല്ലാം വളരെയധികം ഇഷ്ടപ്പെട്ട, വളരെയധികം ചിരിപ്പിച്ച, എൻ്റർടൈൻ ചെയ്യിച്ച, നമുക്ക് മലയാളത്തിലേക്ക് വലിയൊരു സംവിധായകനെ സംഭാവന ചെയ്ത ഒരു സിനിമയായിരുന്നു പോക്കിരാജ. ഇതിൻ്റെ തുടർച്ചയായിട്ട് വരുന്നതാണ് മധുരരാജ. അപ്പോൾ സിനിമയുടെ ഒരു വൺ ലൈൻ എങ്ങനെയാണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു പാമ്പന്തുരുത്ത് എന്ന് പറഞ്ഞൊരു കൊച്ചു ദ്വീപ്, ആ ദ്വീപിനകത്ത് കുറച്ച് പ്രശ്നം ഉണ്ടാകുന്നു, വിഷമതിയായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നം. അതിലേക്ക് രാജയുടെ ഫാമിലി ഇടപെടുന്നു. അതിനുശേഷം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അതിലേക്ക് മധുരരാജ വന്നിറങ്ങുന്നു, പ്രശ്നങ്ങൾ തീർപ്പാക്കുന്നു. പോക്കിരാജ നീങ്ങിയ അതേ ട്രാക്കിലൂടെ തന്നെയാണ് മധുരരാജയും പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ സഞ്ചരിച്ചത്. അത് വളരെയധികം എൻ്റർടൈൻ ചെയ്താണ് മുന്നോട്ട് പോയത്. സിനിമയുടെ പ്രകടനങ്ങളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മമ്മൂക്ക, സിനിമയുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് മമ്മൂക്കയാണ്. മധുരരാജയായിട്ട് പുള്ളി കസറിയിട്ടുണ്ട്. പോക്കിരാജയിലെ എനർജിയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ മുറി ഇംഗ്ലീഷും കുറച്ച് ചെളിവിറ്റുകളൊക്കെ ആയിട്ട് പുള്ളി പ്രേക്ഷകരെ കയ്യിലെടുക്കുന്നുണ്ട്. പിന്നെ നെടുമുടി വേണു ആയാലും സലീം കുമാർ ആയാലും ടിസ്റ്റ് എന്ന് പറയുന്ന ആ ടിസ്റ്റ് ഡയലോഗ് നല്ല രീതിയിൽ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ തമിഴിൽ നിന്ന് വന്ന നമ്മുടെ ജയ് തരക്കേടില്ലാത്ത ഒരു പ്രകടനമാണ് കാഴ്ചവെച്ചത്. തമിഴിൽ നിന്ന് മലയാളത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമയാണ്. തരക്കേടില്ലാത്തൊരു പ്രകടനം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. കുറച്ച് ഇതായിട്ട് തോന്നിയത് അനുശ്രീയുടെ ഒരു കഥാപാത്രമാണ്. അത് ടെററായിട്ട് കുറച്ച് അഭിനയിക്കുന്ന ഒരു കഥാപാത്രമാണ് അനുശ്രീ. എനിക്കെന്തോ അതൊരു സുഖമായിട്ട് തോന്നിയില്ല. അത് കഥാപാത്രത്തിന് ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്, പക്ഷേ എനിക്കെന്തോ അനുശ്രീയായിട്ട് വെച്ച് നോക്കിയപ്പോൾ അതൊരു സുഖമായിട്ട് തോന്നിയില്ല. പിന്നെ വില്ലനായിട്ട് വന്ന ജഗപതി ബാബു, പുള്ളിയും വളരെ നന്നായിട്ടുണ്ട്. പിന്നെ സിനിമയിൽ പറയാവുന്ന ഒരു സസ്പെൻസ് എന്ന പോലെ രീതിയാണ് കുറച്ച് സംഭവങ്ങൾ സിനിമയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആ സംഗതി കൊള്ളാം. പുലിമുരുകൻ്റെ ഒരു മേക്കിങ്ങിനെ ചെറുതായിട്ട് ഓർമ്മിപ്പിക്കുന്നുണ്ടെങ്കിലും ഒരുക്കി വെച്ചേക്കുന്ന ആ സംഗതികൾ കൊള്ളാം, നമുക്ക് ഇഷ്ടപ്പെടാവുന്ന രീതിയിലാണ്. പിന്നെ സിനിമയുടെ ടെക്നിക്കൽ വശങ്ങളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. നമുക്കറിയാമല്ലോ, ഗോപി സുന്ദറാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ. അപ്പോൾ പിന്നെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. ഈ പോക്കിരാജിൽ ഉപയോഗിച്ച അതേ സ്കോർ തന്നെയാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും കുറച്ചും കൂടിയൊക്കെ മാറ്റമൊക്കെ വരുത്തി ആ തലൈവ എന്ന് പറഞ്ഞിട്ട് വരുന്ന ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ തിയേറ്റർ ശരിക്കും പൂരപ്പറമ്പാണ്. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു തിയേറ്ററിൻ്റെ സ്റ്റാഫുകൾക്ക് ഭയങ്കര പണിയായിരിക്കും. ഇതിനുള്ള എന്തോരം കടലാസും കാര്യങ്ങളൊക്കെയാണ് കീറി ഇറങ്ങിയത്. ഫാൻസ് അങ്ങോട്ട് മറയായിരുന്നു ഓരോ കാര്യങ്ങൾക്കും. അതുപോലെ തന്നെ നമ്മുടെ സണ്ണി ചേച്ചിയുടെ പാട്ടിനാണെങ്കിലും ഫാൻസ് തിമിർക്കായിരുന്നു. അപ്പോൾ തിയേറ്റർ സ്റ്റാഫിന് നല്ല പണികളുണ്ടാവും. അപ്പോൾ ടെക്നിക് വശങ്ങളാണ് നമ്മൾ പറഞ്ഞത്. BGM കൂടാതെ പിന്നെ ക്യാമറ നോക്കുന്ന ഷാജിയുടെ ക്യാമറ, ഏരിയൽ ഷോട്ട്സും മറ്റു കാര്യങ്ങളും ഒരുപാട് ദ്വീപ് കാണിക്കാനും അല്ലെങ്കിൽ ഈ കാടിൻ്റെ കുറച്ച് ഇതൊക്കെ കാണിക്കുന്നുണ്ട്. ആ ഷോട്ടൊക്കെ, ഈ നൈറ്റ് ഷോട്ടൊക്കെ വളരെ മികച്ച രീതിയിൽ ഷാജി ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് സിനിമ? നമുക്ക് കാണാവുന്ന ഒരു സിനിമയാണോ? ആകെ മൊത്തം ടോട്ടൽ എങ്ങനെയുണ്ട് സിനിമ എന്ന് ചോദിച്ചാൽ, പോക്കിരാജ ഇഷ്ടപ്പെട്ട് തിയേറ്ററിൽ പോയവർക്ക് തീർച്ചയായിട്ടും മധുരരാജയും ഇഷ്ടപ്പെടും. അതിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായിട്ടും നമുക്ക് വിഷുക്കാലത്ത് ഫാമിലിയൊക്കെ ആയിട്ട് പോകാവുന്ന, വലിയ പ്രശ്നങ്ങളും വൃത്തികേടുകളില്ലാത്ത ഒരു സിനിമ തന്നെയാണ്. നമ്മളെ ചിരിപ്പിക്കുന്ന അല്ലെങ്കിൽ എൻ്റർടൈൻ ചെയ്യിക്കുന്ന ഒരു സിനിമ തന്നെയാണ് മധുരരാജ. പിന്നെ പേഴ്സണലി മധുരരാജയാണോ പോക്കിരാജയാണോ ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചാൽ, ഞാൻ ഇപ്പോഴും പോക്കിരാജയുടെ ആളാണ്. മധുരരാജ മോശമായതുകൊണ്ടല്ല, എങ്കിലും എനിക്ക് പേഴ്സണലി കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് പോക്കിരാജയായിരുന്നു. ഇതാണ് ഈ സിനിമയെക്കുറിച്ചുള്ള വിശേഷം. അപ്പോൾ ഈ സിനിമയ്ക്ക് ഗയൽ മീഡിയ നൽകുന്ന റേറ്റിംഗ് 6.5 ആണ്. 10ൽ 6.5 മാർക്കാണ് നമ്മൾ നൽകുന്നത്. അപ്പോൾ കാണാൻ സാധിക്കുന്നവരെല്ലാം നല്ല തിയേറ്ററുകളിൽ പോയി കാണുക. നല്ല സൗണ്ടൊക്കെ ഉള്ള തിയേറ്ററിൽ പോയി കാണുകയാണെങ്കിൽ കിടക്കാനാവും സംഭവം. ഓക്കെ, അപ്പോൾ ഇപ്പം തന്നെ ഭക്ഷണം കഴിച്ച ശേഷം തൊട്ടടുത്ത തിയേറ്ററിൽ അതിരം കളിക്കുന്നുണ്ട്. അതിരിൻ്റെ വിശേഷമായിട്ട് വരാം. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. അപ്പോൾ എത്രയും പെട്ടെന്ന് അതിരിനായിട്ട് കാണാം. അതുവരേക്കും ബൈ.